നിധാന പരിസരത്ത് ഓട നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് കുത്തിയൊഴുകുന്നു. അന്നദാന മണ്ഡപത്തിന് സമീപത്ത് ശൗചാലയ മാലിന്യം ഉൾപ്പെടെയാണ് പുറത്തേക്കൊഴുകുന്നത്. അന്നദാന മണ്ഡപം, ഹോട്ടലുകൾ, പോലീസ് മെസ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യങ്ങളും പുറത്തേക്കൊഴുകുകയാണ്. അന്നദാന മണ്ഡപത്തിന് സമീപമുള്ള ശൗചാലയം തീർത്തും വൃത്തിഹീനമായ അവസ്ഥയിലാണ്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൗജന്യ ടോയ്ലറ്റൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അതൊക്കെ പൂട്ടിയിട്ടാണ്, ഒക്കെ ലോക്ക് ചെയ്തിട്ടാണ്, ഒന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തുറന്നിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. മാലിന്യമൊക്കെ ദുർഗന്ധമാണ്, വളരെ മോശമാണ്, ദയനീയ അവസ്ഥയാണ്. പോരാ, ഇപ്രാവശ്യം ശുചീകരണമൊന്നും തീരെ പോരാ. കാല് കുറ്റാ നോക്കി നടക്കണം, ചളി ചവിട്ടി പണ്ട് സിനിമ പറഞ്ഞ പോലെ ചാടി നടക്കണം. உண்மையை பார்த்தோம்னா இப்போ பார்த்தீங்கன்னா ரொம்ப அசிங்கமாக இருக்குது, கலீஜியாக ரொம்ப இதுவாக இருக்குது. அதேமாதிரி மலை ஏறுறப்பெல்லாம் பார்த்தீங்கன்னா பேட் ஸ்மெல் வந்து ரொம்ப அதிகமாக இருக்குது. இந்த ஓப்பன் ஏரியாவில் இந்த மாதிரிலாம் இருந்தால் எப்படி டெம்பிள் இது கோவிலானே டவுட்டாக இருக்குது. திரும்ப இந்த இடத்துக்குலாம் வரக்கூடாது, அந்த மாதிரி தான் மைண்ட் செட்டு ஃபீல் ஆகுது. இந்த மாதிரி மோசமாக க்ளீன் பண்ணுறதும் கிடையாது போல், எல்லாம் அடைச்சிக்கிட்டு அந்த தண்ணி ஃபுல்லாக ஓவர் ஃப்ளோ ஆகிட்டு இப்போ பார்த்து இயற்கையை നാശം பண்ணிக்கிட்டு இருக்காங்க. അപ്പോൾ അമ്പലമൊക്കെ ഉസാറാണ്, ഇവിടെ മാത്രം ഇങ്ങനെ കാല് ചവിട്ടാൻ പറ്റൂല, ആ വെള്ളമാണ്. എന്ത് പറയാനാ, ഓരോ വർഷം കൂടുമ്പോഴും ഇതന്നെ അവസ്ഥ. എങ്ങനെ ഭക്തജനം ഇങ്ങനെ വരിക? കഴിഞ്ഞ പ്രാവശ്യത്തിലല്ല, ഇതിപ്പോൾ വളരെ മോശമാണ്. അന്നദാന മണ്ഡപത്തിന് സമീപത്തെ ഓട പൊട്ടിയൊലിച്ച് മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുകുന്ന കാഴ്ചയാണിത്. അന്നദാന മണ്ഡപം, സമീപത്തെ ഹോട്ടലുകൾ, പോലീസ് മെസ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യങ്ങളടക്കമാണ് ഈ ഓടയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ പരിസരത്ത് നിന്നും ഈ മാലിന്യങ്ങൾ പരിസര പ്രദേശങ്ങളിലേക്ക് പ്രവഹിക്കുന്നുണ്ട്. വനമേഖലയിലേക്കാണ്, വനത്തിനുള്ളിലേക്കാണ് ഈ മാലിന്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. തീർത്തും ശോചനീയമായ അവസ്ഥയിലാണ് ഈ പരിസരം ഉള്ളത്. ഇതിൽ കൂടി എത്തുന്ന ഭക്തജനങ്ങൾക്ക് മൂക്ക് പൊത്താതെ ഈ പ്രദേശത്തൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും ശോചനീയമായ അവസ്ഥയിലൂടെയാണ് ഈ പരിസരം പോകുന്നത്. ഇവിടുന്ന് നിരവധിയായിട്ടുള്ള പരാതികൾ വന്നതുകൊണ്ട് ഈ പരിസരത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഈ തൊഴിലാളികൾ നടത്തുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഭക്ഷണ മാലിന്യങ്ങൾ കൂടുതലായി കുമിഞ്ഞുകൂടി പുറത്തേക്ക് ഒഴുകുകയാണ്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയ ഒരു കാലയളവാണ് ഈ തവണത്തേത്. 28 ലക്ഷത്തിലധികം തീർത്ഥാടകർ എത്തി. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഒന്നും തയ്യാറാക്കിയിട്ടില്ല. ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ തീർത്തും ശോചനീയമായിട്ടുള്ള, പരിതാപകരമായിട്ടുള്ള അവസ്ഥ സന്നിധാനത്ത് തുടരുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായി മാറുകയാണ്. ഈ ഒരു മാസക്കാലം തീർത്ഥാടനം കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒന്നും ഉണ്ടാകാതെ ഈ മലിനജലം പൊട്ടിയൊലിച്ച് പുറത്തേക്ക് ഒഴുകുന്ന തീർത്തും ശോചനീയമായ ഈ കാഴ്ച. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു സൗജന്യ ശൗചാലയം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ശൗചാലയത്തിൻ്റെ അവസ്ഥയും തീർത്തും ശോചനീയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഭക്തജനങ്ങൾക്ക് ശൗചാലയത്തിൽ നിന്നുള്ള മലിനജലത്തിൽ ചവിട്ടിക്കൊണ്ട് ശൗചാലയത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ട അവസ്ഥ, ശൗചാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി വരേണ്ട അവസ്ഥ, ഈ ശൗചാലയത്തിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളുന്ന മലിനജലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. കുഞ്ഞുങ്ങളടക്കം ഈ മലിനജലത്തിൽ ചവിട്ടിക്കൊണ്ടാണ് ശൗചാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്, തിരികെ ഇറങ്ങുന്നത്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനുള്ള സാധ്യത. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയ ഒരു മണ്ഡലകാലം, ആ മണ്ഡലകാലത്തിലാണ് ഇത്രയും ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഈ ശൗചാലയവും പരിസര പ്രദേശങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതാണ്. മൂക്ക് പൊത്താതെ ഈ ശൗചാലയത്തിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല. തീർത്തും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ശൗചാലയത്തിനുള്ളിൽ നിന്നുള്ള മലിനജലം ഈ പരിസരത്തെങ്ങും പ്രവഹിച്ചിരിക്കുന്നു, പരിസരത്തേക്ക് പൊട്ടി ഒലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥ. ഈ ശൗചാലയ മാലിന്യവും ഭക്ഷണ മാലിന്യവും ഒന്നായി ചേർന്നുകൊണ്ട് കാടിനുള്ളിലേക്ക്, വനപ്രദേശത്തേക്കടക്കം പ്രവഹിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ പരിസര പ്രദേശമാകെ മലിനീകരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം. ഈ പരിസരം മുഴുവൻ ഈ ഇത്തരത്തിൽ തന്നെയാണ്. തൊട്ടപ്പുറത്താണ് അന്നദാന മണ്ഡപമുള്ളത്. അവിടെ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിന് പോലും സാധിക്കാത്ത സാഹചര്യം. കാരണം ഇവിടെ നിന്ന് വമിക്കുന്ന ദുർഗന്ധം ഈ അന്നദാന മണ്ഡപത്തിലേക്ക് അടക്കം വമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര ശോചനീയമാണ് ഈ ശൗചാലയത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ തീർത്ഥാടന കാലത്ത് ഉയർന്നു വന്ന വലിയ പരാതിയാണ്. ആ പരാതി അതേപടി തന്നെ നിലനിൽക്കുന്നു. മണ്ഡലകാലം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ ശൗചാലയങ്ങളുടെ എല്ലാം അവസ്ഥ തീർത്തും ശോചനീയമാണ്, വൃത്തിഹീനമായ അവസ്ഥയാണ്. രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകുന്നു എന്നതെല്ലാം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിന്നും കാണുന്നത്. ഈ തീർത്ഥാടന കാലത്ത് മുന്നൊരുക്കങ്ങളിൽ ഉണ്ടായ പാളിച്ച,
അതെല്ലാം കഴിഞ്ഞ മാസക്കാലയളവിൽ കണ്ടതാണ്. അത് അതേപടി തന്നെ നിലനിൽക്കുന്നു. ഏറ്റവും ശോചനീയമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം സന്നിധാനത്ത് തുടരുന്നു എന്നതിൻ്റെ ശോചനീയമായ ഭയങ്കര ശോകമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഈ പരിസരത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ അനൂജ് അനാവരിനൊപ്പം മിഥുൻ മുരളി, ജനം, സന്നിധാനം.